Yes, I got it. Thank you. Yes, good afternoon. Sorry, ഞാനൊരു ഡോക്യുമെന്റ് ചെറിയൊരു കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഞാനൊന്ന് വെയിറ്റ് ചെയ്തത്. ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്. താങ്ക് യു. ബാ. ഗോപു പറഞ്ഞോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാനിപ്പോൾ ദിസ് ഇസ് ജസ്റ്റ് ഇൻ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ലാസ്റ്റ് പ്രസ് കോൺഫറൻസ്. ഞാൻ പറഞ്ഞിരുന്നത് നമ്മളിപ്പോൾ അന്വേഷിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനിക്കും വീണയ്ക്ക് പേഴ്സണലായിട്ടും CMRL എന്ന് പറയുന്ന കമ്പനി 2016 ഓൺവേർഡ്സ് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനവർ പ്രത്യേകിച്ച് വേറൊരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അതിനുവേണ്ടി എന്തൊക്കെ സേവനങ്ങളാണ് CMRL ചെയ്തു കൊടുത്തത്, CMRL ലഭിച്ചത് എന്ന അന്വേഷണമാണ് നമ്മൾ നടത്തി വരുന്നത്. ഞാൻ ഫസ്റ്റ് പാർട്ട് പറഞ്ഞതിൽ 2004 അനുവദിച്ച് കിട്ടി 10 ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ചെയ്ത ഒരു ലീസ്, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ്റ്സ് ഒരു കാരണവശാലും സ്വകാര്യ മേഖലയിൽ ലീസ് ബീച്ച് ആൻഡ് മിനറൽസിൻ്റെ മൈനിങ്ങിന് അനുവദിക്കേണ്ടതില്ല എന്ന് LDFും UDFും ആയിട്ടുള്ള ഗവൺമെൻറ്റ്സ് തീരുമാനിക്കുകയും അതിനെതിരെ സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്ത് സുപ്രീം കോടതിയിൽ CMRL അനുകൂലമെന്ന് CMRL പറയുകയും എന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അനുകൂലമായി ലഭിച്ച ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരുന്നിട്ട് കൂടിയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാതെ CMRLന് വേണ്ടി ആ ലീസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പിണറായി വിജയൻ ഗവൺമെൻറ് പരിശ്രമിച്ചതും അതിൻ്റെ ഇടയിൽ ആറ്റമിക് മിനറൽ കൺസഷൻ റൂൾസിൻ്റെ അമെൻമെൻറ്റ് വന്ന് ഒരു രീതിയിലും ചെയ്യാൻ കഴിയാതായി കേന്ദ്ര സർക്കാർ ആ നിലവിലുള്ള ലീസുകളെല്ലാം ടെർമിനേറ്റ് ചെയ്യാൻ ഡയറക്ഷൻ തന്നിട്ടും അത് ചെയ്യാതെ 5 വർഷം ഹോൾഡ് ചെയ്ത് ഈ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞ ഡിസംബർ 14 എൻ്റെ പത്രസമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. ഡിസംബർ 18 ഈ 2023 ആ ലീസ് ടെർമിനേറ്റ് ചെയ്ത് ഒഫീഷ്യൽ ഉത്തരവിറക്കിയത്. ഇതാണ് ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞിരുന്നു ദർ ഇസ് പാർട്ട് 2 ആൻഡ് പാർട്ട് 3 എന്ന് ഞാൻ പറഞ്ഞു. പാർട്ട് 2ലേക്ക് വരുമ്പോൾ നൗ ലെറ്റ് സീ, സ്വാഭാവികമായിട്ടും ഈ കമ്പനിക്ക് ഇനി എങ്ങനെയാണ് ഫേവർ ചെയ്തത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ CMRL കമ്പനിക്ക് വേണ്ടി പിണറായി വിജയന് നൽകിയ ഒരു മെമ്മോറാണ്ടമാണ് ഇത്. അതിൽ അദ്ദേഹം തന്നെ ഒപ്പിട്ട്, അദ്ദേഹത്തിൻ്റെ ഒപ്പ് ഉണ്ട്. പിണറായി വിജയൻ സൈൻ ചെയ്ത് അദ്ദേഹം ഇത് മാർക്ക് ചെയ്തത് ഫോർ നെസസറി ആവശ്യമുള്ള നടപടിക്കായി എന്ന് പറഞ്ഞ് പിണറായി വിജയൻ സൈൻ ചെയ്ത് ഒഫീഷ്യലി ചീഫ് മിനിസ്റ്റർ ഫോർവേഡ് ചെയ്ത CMRL കമ്പനി സമർപ്പിച്ച അല്ലെങ്കിൽ അതിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു മെമ്മോറാണ്ടമാണ് ഞാനിത്. ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ കമ്പനിയുടെ ആവശ്യവും അവസ്ഥയും എന്താണെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ മെമ്മോറാണ്ടം നിങ്ങൾ മനസ്സിരുത്തി വായിച്ചാൽ മനസ്സിലാകും അവർ ആഗ്രഹിച്ചത് എന്താണ്, അവർക്ക് വേണ്ടിയിരുന്നത് എന്താണ്, അവർ ആവശ്യപ്പെട്ടത് എന്താണ്, പിണറായി വിജയനോട് CMRL എന്ന് പറയുന്ന കമ്പനി ആവശ്യപ്പെട്ടത് എന്താണ് എന്ന് നമുക്ക് ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങളിത് ശ്രദ്ധാപൂർവം കേട്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും.
ഞാൻ ഒരു ഫ്ലോയിൽ ഇത് നൽകിയിട്ടുള്ളത് ഫെബ്രുവരി 6, 2017 പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ഏകദേശം 1 വർഷം കഴിയുമ്പോഴത്തേനും ഈ സമയത്തെല്ലാം പേയ്മെന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് CMRLന്റെ നിലനിൽപ്പിനായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പാക്കി മൈനിങ് പ്രോജക്റ്റ് എത്രയും വേഗം അനുവദിക്കുന്നതിന് കമ്പനിയിലെ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി നൽകുന്ന നിവേദനം. കഴിഞ്ഞ 25 വർഷമായി എറണാകുളം ജില്ലയിലെ എടയാർ വ്യവസായ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നതും 1000-ഓളം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിലവസരം നൽകുന്നതുമായ CMRL കമ്പനി ഇന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിക്കണം. അടച്ചുപൂട്ടൽ വക്കിലെത്തി നിൽക്കുകയാണ്. സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ 13.41% മൂലധന നിക്ഷേപമുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ CMRL 100% കയറ്റുമതി അധിഷ്ഠിത വ്യവസായമാണ്. 1988 അനുമതി ലഭിച്ച് 1989 ആരംഭിച്ച കമ്പനി നാളിതുവരെ തൊഴിൽ പ്രശ്നത്തിന്റെ പേരിൽ ഒരു തൊഴിൽ ദിനം പോലും നഷ്ടമാകാത്ത ഒരു വ്യവസായ സ്ഥാപനമാണ്. യാതൊരു മൂല്യവർദ്ധനവുമില്ലാതെ IRE കയറ്റുമതി ചെയ്തിരുന്ന ഇൽമിനേറ്റ് തദ്ദേശീയമായി മൂല്യവർദ്ധന ഉണ്ടാക്കാനും കേരള ഗവൺമെന്റിന്റെ അഭിമാന സ്ഥാപനമായ TCCയുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിന് സുസ്ഥിര വിപണിയില്ലാത്ത പ്രതിസന്ധിയിലായിരുന്ന ഘട്ടത്തിൽ വിപണി ഉറപ്പാക്കി TCCയെ നിലനിർത്തുവാനുമാണ് CMRL സ്ഥാപിതമായത്. കമ്പനിയുടെ പ്രധാന ഉൽപ്പന്നമായ സിന്തറ്റിക് റൂട്ടൈൽ ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തു ഇൽമിനേറ്റ് ആണ്. കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ തീരദേശത്ത് സുലഭമായി ലഭിക്കുന്ന ധാതുമണൽ സംസ്കരിച്ചാണ് ഇൽമിനേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. CMRLന് 1 വർഷം ആവശ്യമായത് 100,000 ടൺ ഇൽമിനേറ്റ് ആണ്. CMRLന് ആവശ്യമായ ഇൽമിനേറ്റ് നൽകാമെന്ന് തുടക്കത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ചവറ IREയും സംസ്ഥാന സർക്കാരും ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ഈ ഉറപ്പ് പാലിക്കാത്തത് മൂലം കമ്പനി ഇൽമിനേറ്റ് ഇറക്കുമതി ചെയ്ത് ഉൽപാദനം നടത്തുകയാണ്. ഇത് കമ്പനിക്ക് ഭാരിച്ച നഷ്ടമുണ്ടാക്കുന്നു. IRE CMRLന് ആവശ്യമായ ഇൽമിനേറ്റ് ലഭ്യമാക്കുന്നില്ല എന്ന് മാത്രമല്ല, നൽകുന്ന ഇൽമിനേറ്റിന് അടിക്കടി വില വർദ്ധിപ്പിച്ച് കമ്പനിയെ ബുദ്ധിമുട്ടിലാക്കുന്നു. 2016 മാത്രം 4 തവണയാണ് IRE ഇൽമിനേറ്റിന് വില വർദ്ധിപ്പിച്ചത്. കൂടാതെ IREയിൽ നിന്നും 1 ടൺ ഇൽമിനേറ്റ് വാങ്ങുമ്പോൾ കമ്പനിക്ക് ഹെഡ് ലോഡിംഗ്, ബാഗിംഗ്, വെയിറ്റിംഗ് ചാർജ്, വെൽഫെയർ കോസ്റ്റ് മുതലായ ഘടകങ്ങൾ കൂടുമ്പോൾ ടണ്ണിന് ഏകദേശം 1500 രൂപയോളം അധിക ചെലവുണ്ടാകുന്നു. ടണ്ണിന് ഏകദേശം 1500 രൂപയോളം അധിക ചെലവുണ്ടാകുന്നു. ഇത്തരം അധിക ചെലവ് IREയുടെ തന്നെ തമിഴ്നാട്, ഒഡീഷ യൂണിറ്റുകളിൽ വരുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. IRE കമ്പനിക്ക് ആവശ്യമുള്ള ഇൽമിനേറ്റ് നൽകാത്തത് മൂലം അന്താരാഷ്ട്ര വിപണിയിൽ CMRL കയറ്റുമതി ചെയ്യാമെന്നേറ്റ അളവിൽ സിന്തറ്റിക് റൂട്ടൈൽ നൽകാൻ സാധിക്കാതെ വരികയും തൽഫലമായി അന്താരാഷ്ട്ര വിപണിയിൽ കമ്പനിയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടുകയുണ്ടായി. സിന്തറ്റിക് റൂട്ടൈൽ കയറ്റുമതി വാർഷിക കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ IRE നൽകുന്ന ഇൽമിനേറ്റ് പലപ്പോഴും ക്വാണ്ടിറ്റിയിലും വിലയിലും അസ്ഥിരമാണ്. ഇതുമൂലം കമ്പനിക്ക് ഉൽപാദനവും കയറ്റുമതിയും ഓർഡർ അനുസരിച്ച് നിറവേറ്റാൻ സാധിക്കുന്നില്ല. CMRLന്റെ സുഗമമായ പ്രവർത്തനത്തിന് കേരളത്തിൽ നിന്നുള്ള Q ഗ്രേഡ് ഇൽമിനേറ്റിന്റെ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് CMRL മൈനിങ് പ്രോജക്റ്റ് ആവിഷ്കരിച്ചത്. അതിനായി കേരള ഗവൺമെന്റ് സ്ഥാപനമായ KSIDCയും കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ IREയുമായി ചേർന്ന് സംയുക്ത സംരംഭമായി കേരള റെയർ എർത്ത് ആൻഡ് KREML എന്ന കമ്പനി രൂപീകരിച്ചു. കേരളത്തിന്റെ വ്യവസായ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കത്തക്കതായ ഒരു മിനറൽ കോംപ്ലക്സ് ആണ് KREML വിഭാവനം ചെയ്യുന്നത്. KREMLന് അനുവദിച്ച മൈനിങ് ലീസുകൾ നടപ്പാക്കുന്നതിനും മറ്റുള്ള മൈനിങ് ലീസ് അപേക്ഷകൾ പരിഗണിക്കുന്നതിനും കേന്ദ്ര റിവിഷൻ അതോറിറ്റിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും അതേ തുടർന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധികൾ വന്നിട്ടുണ്ട്. കമ്പനിയുടെ മൈനിങ് പ്രോജക്റ്റിൽ നടപടിയെടുക്കുന്നതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 8/4/2016 ഉത്തരവായിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിനും മൈനിങ് പ്രോജക്റ്റ് അനുവദിക്കുന്നതിനുമായി കേരള സർക്കാരിന് KREML കമ്പനി വിവിധ തീയതികളിൽ അപേക്ഷ നൽകിയിട്ടുള്ളതാണ്. ആയതിൽ സംസ്ഥാന സർക്കാരിൽ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. അന്താരാഷ്ട്ര വിപണിയിൽ സിന്തറ്റിക് റൂട്ടൈലിന്റെ വിലയിടവും അസംസ്കൃത വസ്തുവായ ഇൽമിനേറ്റിന്റെ ലഭ്യത കുറവും വില വർധനവും മൂലം CMRL ഭാരിച്ച നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 4 വർഷങ്ങളിൽ കമ്പനിക്കുണ്ടായ സഞ്ചിത നഷ്ടം 75 കോടി രൂപയോളമാണ്. ഇതിൽ 60 കോടിയോളം രൂപ നഷ്ടമായത് ലക്ഷക്കണക്കിന് മെട്രിക് ടൺ ഇൽമിനേറ്റ് ഇറക്കുമതി മൂലമുണ്ടായതാണ്. ബി വെരി സ്പെസിഫിക് ഓൺ ഓൾ ദീസ് പോയിന്റ്സ്. 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടും ഏകദേശം 200 വർഷത്തേക്കുള്ള ഇൽമിനേറ്റ് നിക്ഷേപം സംസ്ഥാനത്തുണ്ടായിട്ടും കൂടിയാണ് CMRLന് ഇൽമിനേറ്റ് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത്. TCCയുടെ ഉൽപ്പന്നമായ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ മുന്തിയ ഭാഗം ഉപയോഗിക്കുന്നത് CMRL ആണ്.
CMRLന്റെ പ്രവർത്തനം നിലച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ വിപണി കുറയുകയും തൽഫലമായി TCC പ്രതിസന്ധിയിലാവുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളായ HNL, KMML തുടങ്ങിയ കമ്പനികളിലും പ്രതിസന്ധിയിലാവും. TCC പ്രതിസന്ധിയിലാവുന്നതോടെ ക്ലോറിന്റെ അഭാവത്താൽ കേരളത്തിലെ കുടിവെള്ള വിതരണം താറുമാറാകും. മാത്രമല്ല CMRLനെ ആശ്രയിച്ചു നിൽക്കുന്ന പേപ്പർ, തുണി വ്യവസായങ്ങൾ, റിഫൈനറി തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ഇത് പ്രതികൂലമായി ബാധിക്കും. CMRL ഉൽപ്പന്നങ്ങളായ ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും ജലശുദ്ധീകരണത്തിനാണ് ഉപയോഗിക്കുന്നത്. TCCയിൽ നിന്നും ഹൈഡ്രോക്ലോറിക് ആസിഡ് വാങ്ങി കമ്പനി ഉൽപ്പന്നങ്ങളായ ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും മറ്റു കമ്പനികൾക്ക് ജലശുദ്ധീകരണത്തിന് ലഭ്യമാക്കുക വഴി ഇൻഡസ്ട്രിയൽ സിംബിയോസിസ് എന്ന ആശയം CMRL പ്രാവർത്തികമാക്കുന്നു. CMRL ഇന്ന് ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതിന് തൊഴിലാളികൾക്ക് വേതനം നൽകുന്നതിന് ബുദ്ധിമുട്ടുകയാണ്. മൈനിങ്ങിന്റെ അഭാവത്തിൽ CMRL അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ്. കമ്പനി പൂട്ടിയാൽ 1000-ഓളം കുടുംബങ്ങൾ പട്ടിണിയിലാവും. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരമുണ്ടാക്കണം. ഏറ്റവും നല്ല തൊഴിൽ സംസ്കാരം നിലനിൽക്കുന്ന ഒരു മോഡൽ എക്കോ ഫ്രണ്ട്ലി വ്യവസായമാണ് CMRL. കമ്പനിയുടെ നിലനിൽപ്പ് രാജ്യത്തിന് തന്നെ അനിവാര്യമായ ഘടകമാണ്. ഇതിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് നടപടി ഉണ്ടാക്കണമെന്നും KMRLന്റെ മൈനിങ് പ്രോജക്ട് എത്രയും വേഗം അനുവദിക്കണമെന്നും CMRL കമ്പനിയിലെ സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ച മെമ്മോറാണ്ടം. ഈ മെമ്മോറാണ്ടത്തിൽ പിണറായി വിജയന്റെ ഒപ്പ് നിങ്ങൾക്ക് കാണാം. അദ്ദേഹം ആവശ്യമായ നടപടിക്ക് എന്ന് പറഞ്ഞ് പിണറായി വിജയൻ മാർച്ച് 8, 2017 ഇത് ഫയലാക്കി കുറിച്ച് മുമ്പോട്ട് വിട്ടു. അപ്പോൾ ഞാനിത് വായിക്കാൻ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് CMRLന്റെ താല്പര്യം എന്താണ്, CMRLന്റെ ആവശ്യം എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവർക്ക് വേണ്ടത് ഇൽമിനേറ്റിന്റെ സപ്ലൈയാണ്. ഇൽമിനേറ്റിന്റെ നിരന്തരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത് മുടക്കമില്ലാത്ത സപ്ലൈ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുക എന്നുള്ളതാണ് CMRL കമ്പനിയുടെ ആവശ്യം. ഇനി ഇതില് മൈനിങ് ലീഗ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ വന്നതിന് ശേഷം ഇതേ സംബന്ധിച്ച് ഇത് പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ CMRLനെ സഹായിക്കാനുള്ള മാർഗം എന്താണ്? സെക്കൻഡ് സ്റ്റേജിൽ CMRLനെ സഹായിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇലിമിനേറ്റ് അവൈലബിൾ ആക്കണം എന്നുള്ളതാണ് അവരുടെ റിക്വസ്റ്റ്. അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തൊരു റെഫറൻസ് ഉണ്ട്. ഇത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആലപ്പുഴ ചെയർമാനായ ജില്ലാ കളക്ടറുടെ ഒരു പ്രൊസീഡിംഗ് ആണ്. അതിൻ്റെ അകത്ത് ആദ്യം പറയുന്നത്, വായന 1. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 27/10/2018 യോഗത്തിന്റെ തീരുമാനം. പിന്നീട് അതിന്റെ ഫോളോ അപ്പ് മീറ്റിംഗ്സ് എല്ലാം ഉണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ അഴിമുഖം ഉൾപ്പെട്ട തീരപ്രദേശത്ത് ആലപ്പുഴ സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായി കാറ്റാടി മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരുന്നു. എന്നാൽ സ്പിൽവേയിൽ നിന്നും അഴിമുഖത്തേക്കുള്ള ലീഡിംഗ് ചാനലിന്റെ വടക്കുഭാഗത്ത് അടിഞ്ഞുകൂടിയ മൺതിട്ടയിൽ വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന കാറ്റാടി മരങ്ങൾ കടലിലേക്കുള്ള ജലത്തിന്റെയും സുഗമമായ ഒഴുക്കിന് തടസ്സമായി തീരുന്നു. ഇപ്രകാരം സ്പിൽവേയിൽ കൂടി ഒഴുകി മാറേണ്ടതായ വെള്ളത്തിന്റെ അളവിൽ കുറവ് വരുന്നത് മൂലം ആലപ്പുഴ ജില്ലയിൽ വിശേഷിച്ച് കുട്ടനാടിൽ വെള്ളപ്പൊക്ക കെടുതികൾ രൂക്ഷമാകാൻ ഇടയാകും. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ മൂലം കുട്ടനാടിൽ വെള്ളപ്പൊക്ക സാധ്യത ഏറി വരികയുമാണ്. ഇപ്രകാരമുള്ള വെള്ളക്കെടുതികൾ കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ അടിയന്തരമായി അവലംബിക്കുന്നതിന്റെ ഭാഗമായി തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് അഴിമുഖത്തേക്കുള്ള ലീഡിംഗ് ചാനലിന്റെ വീതി കൂട്ടുന്നതിലേക്കും ചാനലിന്റെ വടതുഭാഗത്ത് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം നട്ടുവളർത്തിയിട്ടുള്ള മരങ്ങൾ നീക്കം ചെയ്യണമെന്ന് വായന 1-2 പ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. വായന 1 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ്. ഈ ഉത്തരവിൽ പറയുന്ന മണല് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള തുടർ നടപടി സ്വീകരിക്കാൻ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെ ചുമതലപ്പെടുത്തിയിരുന്നു. DDMA യോഗത്തിൽ കടലിലേക്കുള്ള നീരൊഴുക്ക് സുഗമമായി നടത്തുന്നതിന് വേണ്ടി വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മേൽ സാഹചര്യത്തിലും ആപൽക്കരമായ ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ ലീഡിംഗ് ചാനലിന്റെ ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നു. കാറ്റാടി മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമാക്കുന്നതിന് മരം മുറിച്ചു മാറ്റിയ ഭാഗത്തെ മണ്ണ് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് 25/5/2020 മാറ്റി വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്ക് ഉറപ്പാക്കാൻ 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം 34 പ്രകാരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇറിഗേഷൻ മെക്കാനിക്കൽ വിഭാഗത്തെ ചുമതലപ്പെടുത്തി ഇതിനാൽ ഉത്തരവാകും. ഇത് സംബന്ധിച്ച നടപടി വരും 25/5/2020 ഈ കാര്യാലയത്തിൽ സമർപ്പിക്കാനും ഉത്തരവാകും. അതായത് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി അതിന്റെ നെക്സ്റ്റ് ലെവൽ എക്സിക്യൂഷൻ ഇംപ്ലിമെന്റേഷൻ ആലപ്പുഴ ജില്ലാ കളക്ടർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ തോട്ടപ്പള്ളിയിൽ നിന്നും മണല് നീക്കം ചെയ്യാനുള്ള ആ നിർദ്ദേശം പാലിച്ച് ഇരിക്കുന്നു. ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇതെന്ന് പറയുന്നത് 31/5/2019
ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ച വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അക്യൂമുലേഷൻ ഓഫ് സാൻഡ് എല്ലാം പറഞ്ഞു. ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ മാറ്റാൻ പോകുന്ന മണ്ണില് ആറ്റമിക് മിനറൽസ് ഉണ്ടെന്ന് അറിയാതെ അല്ല ഈ മണ്ണ് മാറ്റാൻ തീരുമാനിക്കുന്നത്. കരിമണലാണെന്നും ഇത് ആറ്റമിക മിനറൽസ് ആണെന്നും ഇത് ഈ ഗവൺമെന്റ് ഓഫ് കേരളയുടെ പ്രൊസീഡിങ്സ് ആണ്, ഓർഡറാണ്. ഗവൺമെന്റ് ഓഫ് കേരളയുടെ 31/5/2019 ഒഫീഷ്യൽ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതാണ് ഈ മണൽ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. ഇതിന് കാരണമായി പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ കുട്ടനാടിലെ വെള്ളപ്പൊക്കം കാരണം ഈ മണ്ണ് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം since the sand deposits are noted to contain regulated minerals, the disposal of sand can be entrusted only to appropriate licensees in public sector. ഈ മണ്ണിന് ആറ്റമിക് മിനറൽസ് ഉള്ളതുകൊണ്ട് ഇതിന് അധികാരപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇത് നൽകാൻ കഴിയുള്ളൂ എന്ന് പറയാണ്. ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് ചവറ ആൻഡ് കേരള മൈനർ KMML ചവറ have approached the government for sand based on the decision of the meeting held by Honorable Minister on 24/1/2019. Superintending Engineer so-and-so, Circle Tirunelveli invited expression of interest. The KMML submitted their EOI and their quotation for removal of sand quoting a rate of rupees 290 per meter cube. 290 രൂപ മീറ്റർ ക്യൂബിന് നൽകാമെന്നും പറഞ്ഞ് KMML വരികയാണ്. Forms upon negotiation so-and-so, KMML had agreed that all financial legal obligations of the department shall be met by KMML. അതെല്ലാം പറഞ്ഞു. അതിനുശേഷം ആസ് പെർ ദ പ്രപ്പോസൽ ഡേറ്റഡ് 1/11/2018 the chief engineer for removal of mineral sand from Thottapalli, the amount fixed for the mineral sand was 464 per m3. അതായത് ഇതിനു മുമ്പ് 1/11/2018 ഉണ്ടായിരുന്ന എമൗണ്ട് എന്ന് പറയും മിനറൽ സാൻഡിന്റെ എമൗണ്ട് കൊടുത്തിരുന്നത് എക്സ്ക്ലൂഡിംഗ് ദ കോസ്റ്റ് ഓഫ് ഡഡ്ജിങ്ങിന്റെ കോസ്റ്റ് കൂടാതെ 464 രൂപയ്ക്കാണ് അവിടുന്ന്, അതായത് ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണല് 464 രൂപയ്ക്കാണ് പെർ മീറ്റർ ക്യൂബിന് കൊടുത്തിരുന്നത്. അതിനുശേഷം ആ റേറ്റ് പോരാ എന്ന് പറഞ്ഞു. സിൻസ് ദ റേറ്റ് പ്രപ്പോസ്ഡ് ബൈ IRA KMR based on the GO was quite below the previous rates, especially considering that the sand contains regulated minerals, the government has entrusted Mining and Geology Department as well as the NCESS to assess and evaluate the contents of the mineral sand. അതായത് തോട്ടപ്പള്ളിയിൽ നിന്നും നീക്കം ചെയ്യാൻ പോകുന്ന മണലിന്റെ വില നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മണലിൽ എന്തുമാത്രം ധാതു ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പഠിച്ച് റിപ്പോർട്ട് പറയാൻ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിനെയും NCESS-നെയും സർക്കാർ നിർദ്ദേശിച്ചു. Evaluate the contents of the mineral. Both institutions have not replied till date conclusively recommending a different rate. അതായത് ഇവര് പറഞ്ഞ ഈ 464 രൂപ വില മെട്രിക് ടണ്ണിന് ക്യൂബിക് മീറ്ററിന് പറഞ്ഞപ്പോൾ ഈ മണലിൽ അടങ്ങിയിട്ടുള്ള ധാതു ഘടകങ്ങളുടെ സാന്നിധ്യം എന്തുമാത്രം ഉണ്ടെന്നും ഇതിന് എന്തുമാത്രം വില വരുമെന്നും റിപ്പോർട്ട് ചെയ്യാൻ മൈനിങ് ആൻഡ് ജിയോളജിയോടും NCESS-നോടും ആവശ്യപ്പെട്ടെങ്കിലും അവര് വ്യത്യസ്തമായ റേറ്റ് പറഞ്ഞ് അവരുടെ മറുപടി ഇതുവരെ ലഭിച്ചില്ല. ഫർദർ, in response to government letter 34/2019, KMML informed that they are ready to accept the rate of rupees 464 for the sand. ഗവൺമെന്റ് ഇപ്പോൾ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കണ്ടെത്തിയ വില 464 രൂപ ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞു. In the meantime, a high-level meeting was convened on 2/5/2019 under the ministers കൂടി മീറ്റിംഗ് കൂടി ഈ റേറ്റിന് ഇത് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഏറ്റവും സുന്ദരമായ കാര്യം, അതായത് നിങ്ങൾ ഞാൻ ആ ഭാഗം കൂടി പറയാം. ഇതെപ്പോഴും നമ്മൾ എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് മനസ്സിലുള്ളത് ഏതെങ്കിലും സമയത്ത് നമ്മുടെ ഇന്റൻഷൻ പുറത്തു വരും. നമ്മൾ എത്ര ഗോപ്യമായിട്ട് എത്ര കെയർഫുള്ളായിട്ട് എത്ര ശ്രദ്ധാപൂർവം ചെയ്താലും തമ്പുരാൻ ഒരു ചരട് എപ്പോഴും ലീവ് ചെയ്യും. ഇപ്പോൾ മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ കൂടിയ യോഗം ഈ വിഷയം നേരത്തെ ഒരു വട്ടം ഉന്നയിച്ചപ്പോൾ ഇവർ പറഞ്ഞിരുന്നത് കുട്ടനാടിലെ ജനങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ തോട്ടപ്പള്ളിയിലെ മണൽ മാറ്റുന്നു എന്നല്ലേ പറഞ്ഞത്. ആ തോട്ടപ്പള്ളിയിലെ മണൽ മാറ്റുന്നതിന്റെ പ്രഥമ ഉദ്ദേശം എന്ന് പറയുന്നത് വെള്ളം ഒഴുകി പോകണം എന്നുള്ളതല്ലേ? വെള്ളം ഒഴുകി കടലിലേക്ക് പോകണം എന്നുള്ളതാണോ അതെയോ മണൽ പോരുന്നുള്ളതാണോ?
മഴ വന്ന് മൺസൂൺ തുടങ്ങി സ്വാഭാവികമായിട്ട് തന്നെ മണല് മാറും. അങ്ങനെയാണ് പൊഴി സ്വാഭാവികമായിട്ട് തന്നെ തുറക്കുകയും പിന്നീട് കടല് തന്നെ അടയ്ക്കുകയും ചെയ്യുന്നതാണ് പൊഴിമുഖം എന്ന് പറയുന്നത്. അപ്പൊ മണല് തന്നെ മൺസൂൺ വന്നാൽ ഒഴുകിപ്പോകുമെന്നറിയാം. ഇതിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. അത് കഴിഞ്ഞിട്ട് അവരോട് ഈ റേറ്റിന് ഈ മണൽ കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുക. ദ ചീഫ് എഞ്ചിനീയർ ഈസ് ഡയറക്റ്റഡ് ടു ടേക്ക് അർജന്റ് ആക്ഷൻ ടു എക്സിക്യൂട്ട് necessary agreement with PSU mentioned above and move forward to avoid the loss of sand during impending monsoon so as to allow free flow of water through പൊഴിമൗത്ത്. ഈ ചീഫ് എഞ്ചിനീയറെ നിർബന്ധിച്ച് പെട്ടെന്ന് എഗ്രിമെന്റ് വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? യു ജസ്റ്റ് ലിസൺ കെയർഫുള്ളി. ഐ വിൽ റീഡ് ഇറ്റ് വൺസ് അഗെയിൻ. Chief Engineer is directed to take urgent action to execute necessary agreement with the PSU mentioned above and move forward to avoid the loss of sand during impending monsoon. Why are you concerned about the loss of sand? Who is concerned about the loss of sand? Why the government, the chief minister, the minister, the disaster management authority should be concerned about the loss of the sand? Loss of sand is the concern of CMRL. ഒരു സംശയം വേണ്ട. കുട്ടനാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിനുശേഷം അവർ എഴുതിയിട്ടുണ്ട് സോ ആസ് ടു അലൗ ഫ്രീ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ പൊഴിമൗത്ത്. സോ ദ ഹോൾ ഇന്റൻഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 27/10/2017 ചേർന്ന യോഗം, ആ യോഗം എയിം ചെയ്തത് തോട്ടപ്പള്ളിയിലെ കരിമണലിന് വേണ്ടിയിട്ടായിരുന്നു. ദ ഹോൾ എക്സസൈസ്, അവിടെ നടത്തിയ മുഴുവൻ എക്സസൈസും ആ കരിമണൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഇനി ഈ കരിമണൽ അവിടെ നിന്ന് കൊണ്ടുപോയ ക്വാണ്ടിറ്റി, അളവ്, അതുകൊണ്ട് കേരള സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം, ഇവർക്കുണ്ടായ ലാഭം, ഇത് നമ്മൾ അടുത്തൊരു ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ഞാൻ അതിലേക്ക് വരാം. ഇത് സ്വാഭാവികമായിട്ടും ഇത് കിട്ടിയല്ലോ. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ഇലിമിനേറ്റ് തോട്ടപ്പള്ളിയിൽ നിന്നുള്ള മണല് കിട്ടിത്തുടങ്ങുന്നു. കിട്ടിത്തുടങ്ങുന്ന മുറയ്ക്ക് ഇതിന്റെ വാദമായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ മറുവാദമായിട്ട് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഒരിക്കൽ സൂചിപ്പിച്ചതും രാജീവ് മിനിസ്റ്റർ പറയാൻ ശ്രമിച്ചതുമായ കാര്യം, ഇത് ഞങ്ങൾ പൊതുമേഖലയ്ക്കാണ് കൊടുക്കുന്നത്, പൊതുമേഖലയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പൊതുമേഖലയിൽ നിന്നും ഇലിമിനേറ്റ് അഭംഗുരം CMRLിലേക്ക് പോയ E-way ബില്ല് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇനി കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് എൻ്റെ കയ്യിലുള്ളത്. 2017 ഉണ്ടായിരുന്നതിനേക്കാളും 39% വളർച്ച, 1 കോടി ലാഭം പറഞ്ഞതിൽ നിന്നും 2019 ആകുമ്പോൾ 51% വളർച്ച CMRL രേഖപ്പെടുത്തുകയാണ്. 51% വളർച്ച CMRLിന്റെ ലാഭത്തിൽ ഉണ്ടായതായി ഔദ്യോഗിക കണക്ക്. അനൗദ്യോഗിക കണക്കുകൾ അവിടെ നിൽക്കട്ടെ. 2020 മാർച്ച് ആവുമ്പോൾ ലാഭത്തിൽ 70% വളർച്ച ഉണ്ടായതായിട്ട് പറയാം. 70%. 2019 നിന്നും 2020 എത്തുമ്പോൾ 70% വളർച്ച CMRL ഉണ്ടായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു സെക്കൻഡ്, കമ്പനി ഏറ്റവും കൂടുതൽ ലാഭം അടുത്ത സമയത്ത് വെച്ചതെന്ന് പറയുന്നത് 2022 6 കോടി ലാഭം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന കമ്പനി 2023 ആയപ്പോൾ 56 കോടിയിലേക്ക് മാറി. 56 കോടിയിലേക്ക്. ഞാൻ പറയുന്നത് ഇതിനു മുമ്പ് കമ്പനിയുടെ ആ മെമ്മോറാണ്ടത്തിലെ കൺസേൺ നിങ്ങൾ കണ്ടില്ലേ? കമ്പനിക്ക് എന്താ, CMRL എന്താണ് ആവശ്യം കണ്ടില്ലേ? ഇവിടെ ഇൽമിനേറ്റ് അവൈലബിൾ അല്ലാത്തപ്പോൾ മൊസാംബിക്കിൽ നിന്നും, ജപ്പാനിൽ നിന്നും, UAE നിന്നും
അതുപോലെ തന്നെ ചൈനയിൽ നിന്നും ഇലുമിനേറ്റ് ഇമ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്തിരുന്ന കമ്പനിക്ക് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇത് അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും ഖനനമല്ലാത്ത നിരക്കിൽ കേവലം മണ്ണ് നീക്കം ചെയ്യൽ എന്ന പേരിൽ ഇത്രമാത്രം ലക്ഷക്കണക്കിന് ടൺ മണ്ണ്. ഇനി കേരളത്തിലെ സാധാരണ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കണക്ക് ഞാൻ പറയാം. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു കണക്ക്. ഞാനിപ്പോൾ ഇവിടെ റേറ്റൊക്കെ വായിച്ചല്ലോ. നിങ്ങൾക്കൊന്ന് ഊഹിക്കാവോ, ഒരു ലോഡ് കരിമണൽ അവിടെ നിന്ന് പോയതിന് എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും? നമ്മൾ സാധാരണ ഒരു ടിപ്പർ ലോറിയിൽ നിങ്ങൾ കണക്ക് കൂട്ടുക. ടിപ്പർ ലോറിയിൽ ഒരു ലോഡ് കരിമണൽ കൊണ്ടുപോയതിന് എത്ര രൂപയാണ് നൽകിയിട്ടുള്ളതെന്ന് അറിയാം. അതായത് ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് 2 ടൺ 2.5 ടൺ വരും. ശരിക്കും ഈ സാൻഡ് ആവുമ്പോൾ വെള്ളത്തിൻ്റെ ഇതുള്ള ഇനിയിപ്പോൾ ഏറ്റവും കുറഞ്ഞ എസ്റ്റിമേറ്റ് എടുത്താൽ 2 ടണ്ണാണ്. അപ്പം ഏകദേശം ആ 2.5 ക്യൂബിക് മീറ്റർ ഉണ്ടെങ്കിൽ ഒരു ടിപ്പർ നിറച്ച് മണ്ണ് കയറിയെന്ന് നിങ്ങൾ കണക്കൂട്ടും. 2.5 ക്യൂബിക് മീറ്റർ ഉണ്ടെങ്കിൽ 2.5 ക്യൂബിക് മീറ്റർ എത്ര രൂപയായി? 464 232. ഒന്ന് കൂട്ടി ഒന്ന് പറയാം എത്രയായിരുന്നു? 464 ഗുണം 2 പ്ലസ് 232. ഒന്ന് പറഞ്ഞ എത്രയുണ്ട്? സംബന്ധിക്കാൻ ചെന്നിരുന്നു. നിങ്ങളെല്ലാവരും മാക്സിമം എത്ര വീക്കാണ്. ഞാൻ വേറെ ഒന്നും കൂടെ പറയുന്നതല്ല, നിങ്ങളെ കൊണ്ട് തന്നെ കൂട്ടിക്കാൻ വേണ്ട. 1200 രൂപ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ മണ്ണടിക്കണേ എത്ര രൂപ? നിങ്ങളൊക്കെ ചെയ്യുന്നവരാണല്ലോ. നാട്ടിൽ ഒരു ടിപ്പറിൽ മണ്ണടിക്കണേ നിങ്ങൾ എത്ര രൂപ കൊടുക്കണം? 4000-5000 രൂപ കൊടുക്കണ്ടേ? വേണ്ടേ? അതാണ് ഈ 1200 രൂപ താഴെ ഈ കരിമണൽ ഒരു 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 ടിപ്പർ മണ്ണ് പോകുമ്പോൾ. ഇനി രണ്ടാമത് കണക്കാൻ പറയും. അവിടെ ഈ സാധാരണ ആളുകൾ ചിലർ ചാക്കിൽ കെട്ടി മണ്ണ് വിൽക്കുന്നുണ്ട്. ചാക്കിൽ കെട്ടി നിയമപരമായിട്ടല്ല, നിയമവിരുദ്ധമായിട്ട് അവർ ഈ കുട്ടിച്ചാക്കിൽ മണ്ണ് വയ്ക്കും. രാത്രി വന്ന് ആ മണൽ മേടിച്ചുകൊണ്ട് വരാറുണ്ട്. ആ കുട്ടിച്ചാക്കിൽ വരുന്ന 35 കിലോയ്ക്ക് 200 രൂപ, 40 കിലോ വരെ ഒന്ന് കൂട്ടിക്കോ, 200 രൂപയ്ക്കാണ് ബ്ലാക്കിൽ എടുത്തുകൊണ്ട് പോകുന്നത്. എത്ര രൂപയുടെ ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾ കണക്ക് കൂട്ടും. ലക്ഷക്കണക്കിന് ടൺ മണ്ണാണ് തോട്ടപ്പള്ളിയിൽ നീക്കം ചെയ്യുന്നത്. ഈ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, ഇവിടെ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, സപ്ലൈകോയിൽ സബ്സിഡി കൊടുക്കാൻ പൈസയില്ല, കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാൻ പൈസയില്ല എന്ന് പറയുന്ന സർക്കാർ ഈ ഇടപാടിൽ ഈ സംസ്ഥാനത്തിന് നഷ്ടമാക്കിയത് കോടാനുകോടി, thousands of crores of rupees. ഞാൻ ഇതുവരെ എത്ര ടൺ മണ്ണ് നീക്കം ചെയ്തു എന്ന് ഔദ്യോഗികമായി ചോദിച്ചിട്ട് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അനൗദ്യോഗികമായി അവിടെയുള്ള കരിമണൽ കമ്പനി അല്ലെങ്കിൽ ഈ കരിമണൽ നീക്കം ചെയ്യുന്നതിന് സമരം ചെയ്യുന്നവർ പറയുന്നത് 50 ലക്ഷം മെട്രിക് ടണ്ണിലേറെ മണ്ണ് അവിടെ നീക്കം ചെയ്യുന്നതാണ്. യു ക്യാൻ ഡു യുവർ കാൽക്കുലേഷൻ, യു ജസ്റ്റ് കാൽക്കുലേറ്റ് ഇറ്റ്. സ്വാഭാവികമായിട്ടും അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ദ വോളിയം ഓഫ് മണി വി ലോസ്റ്റ്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് നഷ്ടമായ ആ തുകയുടെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കരിമണൽ അഴിമതിയുടെ പാർട്ട് 2 ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു. ഞാൻ പറഞ്ഞതിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ യു ഷുഡ് ആസ്ക് മീ. അല്ലല്ല, അത് കഴിഞ്ഞിട്ട് നടന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ നിർദ്ദേശിച്ചു. അതിന് പിന്നാലെ ആലപ്പുഴയിൽ ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ ആലപ്പുഴ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ കളക്ടർ നടപടി സ്വീകരിച്ചു. അതിനുവേണ്ടി എത്ര രൂപയ്ക്ക് ഈ മണ്ണ് കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടായി. ഈ മണ്ണിന്റെ വില തീരുമാനിക്കാൻ, നിശ്ചയിക്കാൻ ഇതിലെ ധാതുമലിനങ്ങളുടെ കണ്ടൻസ് എന്തുമാത്രമുണ്ട് എന്ന് പറയാൻ മൈനിങ് ആൻഡ് ജിയോളജിയോടും NCSSനോടും പറഞ്ഞു.
അവരുടെ മറുപടി ലഭിച്ചില്ല എന്ന കാരണം കൊണ്ട് 464 രൂപ ക്യൂബിക് മീറ്ററിന് വില തീരുമാനിച്ച് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ നീക്കം ചെയ്യാൻ തുടങ്ങി. ഈ മണ്ണിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടി എന്നുള്ളത് KMML-ഉം IRE-യും എത്ര ലോഡ് ഇലിമിനേറ്റ് CMRL കൊടുത്തു നോക്കിയാൽ മതി. ദാറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് ഓൺ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് CMRL. ഇതിനേക്കാളും ക്ലിയർ ആയിട്ട്, ഇതിനേക്കാളും ക്ലാരിറ്റിയോടുകൂടി, ഇതിനേക്കാളും എവിഡൻഷ്യറി ആയിട്ട്, ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ല, ഞാനൊരു വിജിലൻസോ, ഞാനൊരു പോലീസോ, അല്ലെങ്കിൽ ഞാനൊരു അതുപോലുള്ള ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അല്ല. ഇതിൽ കൂടുതൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ അഴിമതി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഐ എം ടെല്ലിങ് യു, സംസ്ഥാനത്തിന്റെ എല്ലാ താല്പര്യങ്ങളും ഹരിച്ച് ഒരു കുട്ടനാടിലെ ജനങ്ങളുടെ പേര് പറഞ്ഞ് നടത്തിയ കൊള്ള എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ എക്സാലോജിക്കിന് കൊടുത്ത പൈസ പോട്ടെ, അതിനകത്ത് മറ്റൊരു റെഫറൻസ് ഉണ്ട്. 135 കോടി രൂപ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തു എന്ന് പറയുന്നു. മേജർ ചങ്ക് പിണറായി വിജയനാണ് കൊടുത്തിരിക്കുന്നതെന്നും ഇതുണ്ട്. ഐ ഹോപ്പ് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഇനി ഈ ചിത്രം കൂട്ടി വായിക്കാവുന്നേ. എങ്ങനെയാണ് പിണറായി വിജയൻ എന്ന പേര് 135 കോടി എഴുതിയതിന്റെ താഴെ പിണറായി വിജയൻ എഴുതിയതെന്നും അതിനുവേണ്ടി എന്ത് സേവനമാണ് ആ കമ്പനിക്ക് നൽകിയത് എന്നും ഇതിനേക്കാളും ക്ലാരിറ്റിയോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതുകൊണ്ടുണ്ടായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ we will discuss later. Thank you. Anything more? No. Okay. ഏതാ ഉണ്ട്, കണക്കിൽ തന്നിട്ടില്ല. എഗ്രിമെന്റ്